കമ്പോണൻസ് ഇൻ ഹോസ്പിറ്റൽ പ്ലാനിങ്. ഹോസ്പിറ്റൽ പ്ലാനിങ്ങിന് മെയിനായിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. പിന്നെ വരുന്നത് പ്രൊജക്റ്റ് പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. സ്ട്രാറ്റജിക് പ്ലാനിങ് നടത്താം, പിന്നെ ആ പ്രൊജക്റ്റിനെ കുറിച്ച് പ്ലാനിങ്ങും ഇംപ്ലിമെൻറ്റേഷനും നടത്താം. അത് കഴിഞ്ഞ് കമ്മീഷനിങ് ചെയ്യാം. അത് കഴിഞ്ഞ് ഷേക്ക് ഡൗൺ പീരീഡ്. തുടക്കത്തിലുള്ള പ്ലാനിങ് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുന്ന പീരീഡാണ് ഷേക്ക് ഡൗൺ പീരീഡ്. അത് കഴിഞ്ഞാൽ ഫീസിബിലിറ്റി സ്റ്റഡി. ആ പ്ലാനിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാം. ഇതാണ് മെയിനായിട്ട് ഹോസ്പിറ്റൽ പ്ലാനിങ്ങിലെ കോമ്പോണൻസ് ആയിട്ട് വരുന്നത്. ഇനി മെഡിക്കൽ ഡാറ്റ മാനേജ്മെൻറ്റ് പ്ലാനിങ്. മെഡിക്കൽ ഡാറ്റ മാനേജ്മെൻറ്റിൽ എന്തൊക്കെ പ്ലാൻ ചെയ്യണം, എന്തൊക്കെയാണ് ഡാറ്റയിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. പേഷ്യൻ്റ് ഡെമോഗ്രഫി വേണം, റീസൺ ഫോർ കറണ്ട് വിസിറ്റ് എന്തിനാണെന്നുള്ളത് വേണം, സ്കോപ്പ് ഓഫ് എക്സാമിനേഷൻ, ആ എക്സാമിനേഷൻ്റെ സ്കോപ്പ് എത്രയുണ്ട്, എത്ര വ്യാപ്തി ഉണ്ട് നോക്കണം. പോസിറ്റീവ് എക്സാം ഫൈൻഡിങ്സ് എന്താണ്, പറ്റുന്ന നെഗറ്റീവ് എക്സാം ഫൈൻഡിങ്സ് എന്താണ്, കീ അബ്നോർമൽ ടെസ്റ്റ് ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, ഡയഗ്നോസിസ് ഓർ ഇംപ്രഷൻ എന്താണ്, ക്ലിയർ മാനേജ്മെൻറ്റ് പ്ലാൻ, അഗ്രീഡ് ആക്ഷൻസ്, ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ്, മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റ് പ്രിസ്ക്രൈബ്ഡ്, റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് ഓർ എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ, ക്ലിയർ ഡോക്യുമെൻറ്റേഷൻ ജുഡിക്ഷൻ ഫോർ റെസിസിറ്റേഷൻ സ്റ്റാറ്റസ്, പിന്നെ അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, റെക്കമെൻഡേഷൻ, റിട്ടേൺ ടു വിസിറ്റ് ഡേറ്റ്, അതൊക്കെ അതിൽ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഫിസിഷ്യൻ ഷുഡ് ഡോക്യുമെൻറ്റ് നോൺ കംപ്ലൈൻസ് ടു പ്രോഗ്രസ് റെക്കോർഡ് സച്ച് എ പേഷ്യൻറ്റ് ഫെയിലിയർ ടു ഫോളോ അഡ്വൈസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഫെയിലിയർ വരുത്തിയിട്ടുണ്ടെങ്കിൽ, ടേക്ക് മെഡിക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ഒബ്റ്റെയിൻ റിക്വസ്റ്റ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ്, കീപ്പ് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് കൺസൾട്ടൻറ്റ്, നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് ഡോക്ടറെ കണ്ടിട്ടുള്ളത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് മുഴുവൻ നമ്മൾ മെഡിക്കൽ ഡാറ്റ മാനേജ്മെൻറ്റ് പ്ലാനിങ്ങിൽ കീപ്പ് ചെയ്ത് വയ്ക്കുന്നതാണ്. ഇനി വരുന്നത് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് ഹോസ്പിറ്റലാണ്. അത് ഫസ്റ്റ് വരുന്നത് നീഡ് അസസ്മെൻറ്റ്. നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ ഫീസിബിലിറ്റി ഓഫ് ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട്, പിന്നെ വരുന്നത് വിഷനിങ്, സർവീസ് ആൻഡ് ഫെസിലിറ്റീസ് വിഷനിങ്, എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ പ്ലാനിങ്, നമുക്ക് എന്തൊക്കെ പ്ലാനിങ് നടന്നു, പ്ലാനിങ് ആൻഡ് ബ്ലോക്കിങ് പല ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു, സൈറ്റ് യൂട്ടിലൈസേഷൻ, എക്യുപ്മെൻറ്റ് പ്ലാനിങ്, കമ്മീഷനിങ്, അസിസ്റ്റൻറ്റ്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്മീഷൻ ചെയ്യാണ് ചെയ്യുക. കമ്മീഷൻ ചെയ്തിട്ടാണ് അത് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ.